നമ്മുടെ സംസ്ഥാന മത്സ്യം എന്നറിയപ്പെടുന്നത് ഏത് മത്സ്യമാണ്? അതുമായി ബന്ധപ്പെടുത്തുന്നതാണല്ലോ സിം കാർഡ്. സിം എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ലോക പരിസ്ഥിതി ദിനം ജൂൺ 5-നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ജൂൺ 5-നാണ് ലോക പരിസ്ഥിതി ദിനം. എങ്കിൽ ലോക കാലാവസ്ഥാ ദിനം എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം ആയിട്ട് ആചരിക്കുന്നത് ഏത് ദിവസം? പ്രമുഖ സൈദ്ധാന്തികരും പത്രാധിപരും EMS സമ്പൂർണ്ണ കൃതികളുടെ ജനറൽ എഡിറ്റർ 1957-ലും 67-ലും പെരുമ്പാവൂരിൽ നിന്ന് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. 1926-ൽ ജനിച്ചു. കഴിഞ്ഞ നവംബർ 22-ന് അന്തരിച്ചു. ആരാണ് ഇദ്ദേഹം? വിദ്യാർത്ഥി ലോകത്തെ അറിവിന്റെ പുതിയ ചക്രവാളങ്ങളിലേക്ക് നയിച്ചുകൊണ്ട് ദേശാഭിമാനി സംഘടിപ്പിക്കുന്ന അക്ഷരമുറ്റം ക്വിസിന്റെ സ്കൂൾ തല മത്സരങ്ങൾ നടത്തപ്പെട്ടു. കുറവലങ്ങാട്, വൈക്കം ഉപജില്ലയിലെ സ്കൂളുകളിലെല്ലാം തന്നെ പൂർണ്ണ പങ്കാളിത്തവും പിന്തുണയുമാണ് വിദ്യാർത്ഥി ലോകവും സ്കൂൾ അധികൃതരും ദേശാഭിമാനി അക്ഷരമുറ്റം ക്വിസിന് സമ്മാനിച്ചത്. ബുധനാഴ്ച നടന്ന മത്സരങ്ങൾ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 4 വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു ക്രമീകരിച്ചിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ഉച്ചകഴിഞ്ഞ് 2-നാണ് മത്സരങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. ജൂൺ മുതൽ പത്രത്തിൽ വന്ന വാർത്തകളെയും പൊതുവിജ്ഞാനത്തെയും അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരുന്നു സ്കൂൾതല മത്സരങ്ങളിൽ പ്രധാനമായും ഉന്നയിച്ചത്. സ്കൂളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ടീമായി ഒക്ടോബർ 12-ന് രാവിലെ 9 മുതൽ ഉപജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം നൽകുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. കുറവലങ്ങാട് ഉപജില്ലാതല മത്സരം ക്രമീകരിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിലാണ്. സബ് ജില്ലയിൽ സ്കൂൾ അടിസ്ഥാനത്തിലുള്ള ടീമുകളായാണ് മത്സരം. സ്കൂൾ തലത്തിൽ 1ഉം 2ഉം സ്ഥാനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രധാന അധ്യാപകന്റെ സാക്ഷ്യപത്രത്തോടൊപ്പം സബ് ജില്ലാതല മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം നൽകും. സ്കൂൾ തല മത്സരത്തിലെ ആദ്യ 2 സ്ഥാനക്കാർക്കും പുസ്തകവും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനമായി നൽകുന്നത്. ഇത് സബ് ജില്ലാ കേന്ദ്രത്തിലെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ നൽകും വിധമാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സബ് ജില്ലാതല മത്സരത്തിലെ 1ാം സ്ഥാനക്കാർക്ക് 1000 രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും, 2ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 500 രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും, ജില്ലയിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം ബാഗ്, 1ാം സ്ഥാനത്തെത്തുന്ന ടീമിന് 10,000 രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും, 2ാം സ്ഥാനക്കാർക്ക് 7,000 രൂപയും മൊമന്റോയും സർട്ടിഫിക്കറ്റും എന്നിങ്ങനെയാണ് സമ്മാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. സംസ്ഥാന തലത്തിലെത്തുന്നവർക്ക് സമ്മാന കിറ്റ്, ഹെലികോപ്റ്റർ യാത്ര, 1, 2 സ്ഥാനക്കാർക്ക് ലാപ്ടോപ്പിന് സമാനമായ സമ്മാനം, ഉത്തരേന്ത്യൻ പഠനയാത്ര എന്നിവയാണ് സമ്മാനങ്ങളായി നൽകുന്നത്. കുറവലങ്ങാട് മേഖല ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളിൽ കോട്ടയം ദേശാഭിമാനി യൂണിറ്റ് മാനേജർ CJ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ക്രമീകരണങ്ങൾ പൂർത്തീകരിച്ചത്.